പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നലെ ഫിസിക്സിന്റെ പാർട്ട് 1 എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം കേൾക്കാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ആദ്യം ഒന്നാമത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ പുതിയ ഒരുപാട് ടേംസ് ഇങ്ങനെ കടന്നു വന്നത് എന്തൊക്കെയോ പറയണത് പോലെ തോന്നും. അതുകൊണ്ട് ഈ ഒരു ഭാഗം ശരിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തറിഞ്ഞിരിക്കണം? ഫസ്റ്റ് പാർട്ട് പറഞ്ഞ ടേംസുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മളുടെ പാഠത്തിന്റെ പേര് ഓർമ്മല്ലേ? പാഠത്തിന്റെ പേരിൽ പറഞ്ഞ ഒരു പദമാണ് അപവർത്തനം. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പാഠത്തിന്റെ പേരെന്നെ അതാണ്. അപ്പൊ നമുക്ക് ഇവിടെയാണ് ഇപ്പോഴാണ് അത് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഒരു മീഡിയത്തിലൂടെ, ശരിക്കും ശ്രദ്ധിക്കുക, ഇവിടെ എന്റെ ഡെഫിനിഷൻ അപ്പുറത്തെ സൈഡിൽ കാണാം. ഇതാ ഡെഫിനിഷൻ, ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഒരു മീഡിയത്തിലൂടെ, ഒരു മീഡിയം അതായത് എയർ എന്ന് വിചാരിച്ചൊരു മാധ്യമം, ആ മാധ്യമത്തിലൂടെ ഒരു ലേച്ചറെ ഇങ്ങനെ പാസ് ചെയ്യാണ്. ഒരു ലേറ്റർ, ഒരു പ്രകാശരശ്മി ഇങ്ങനെ പാസ് ചെയ്യാണ് ഒരു മീഡിയത്തിലൂടെ. അത് മറ്റൊരു മീഡിയം ആകുന്ന ജലത്തിലേക്ക് അതിങ്ങനെ പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ ചെറിയൊരു ചെരിവ് കാണപ്പെടുന്നു, ഒരു ഡീവിയേഷൻ, ഒരു ദിശാവ്യതിയാനം കാണപ്പെടുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ചതാ അല്ലെ? ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ ആ ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു? ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദിശാവ്യതിയാനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ഇവിടെ ആദ്യത്തെ മീഡിയത്തിൽ ലൈറ്റ് ഒരു പ്രത്യേക വേഗതയിലാ പോവുക അല്ലെ? 3 × 10⁸ എന്നാണ് അതിന്റെ വേഗത, മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ അത് ജലത്തേക്ക് എത്തുമ്പോൾ അതിന്റെ വേഗതയിൽ മാറ്റം വരുന്നു. അത് കാരണമാണ് എന്തുണ്ടാകുന്നത്? ചെറിയൊരു ഡീവിയേഷൻ, ചെറിയൊരു വ്യതിയാനം ഉണ്ടാകുന്നത്. എങ്ങനെ നമ്മൾ എളുപ്പത്തിൽ പറയാ? ഇവിടെ ഈ ചിത്രത്തേക്ക് ഒന്ന് നോക്കിയേക്കാം. എല്ലാ കുട്ടികളും ഈ ചിത്രത്തേക്ക് ശരിക്കും ഒന്ന് നോക്കിയേക്കാം. ഇവിടെ കണ്ടോ, വായു എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ പോവാണ്. പിന്നെ അത് ശരിക്കും പോകേണ്ടത് ജലം എന്ന് പറയുന്ന മറ്റൊരു മാധ്യമത്തിലേക്ക് അത് പോകുമ്പോൾ ശരിക്കും ഇങ്ങനെ പോകും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല പോയത്. അവിടെ എന്ത് വന്നു? ചെറിയൊരു ഡീവിയേഷൻ അല്ലെ? ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ ചെരിഞ്ഞിട്ടാ പോയത്. ആ ചെരിവ് ഉണ്ടാവാനുള്ള കാരണം എന്താന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. കാരണം ഇതിലൂടെ, ഇത് വായുവാണ്, വായു കൂടെ ലൈറ്റിന് ഒരു പ്രത്യേകത വേഗതയാണ്. എന്നാൽ ജലത്തിലൂടെ അത്ര വേഗതയിൽ പോകാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ചെറിയ വേഗതയിൽ വരുന്ന മാറ്റം കാരണമാണ് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നത്, വ്യതിയാനം സംഭവിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആ ഡീവിയേഷൻ, വ്യതിയാനം സംഭവിക്കുന്ന പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു കണ്ണാടി, ആ കണ്ണാടിയിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇങ്ങനെ തട്ടുന്നു. ആ ലൈറ്റ് നേരെ ആകുമ്പോൾ തട്ടിയിട്ട് എന്താ ചെയ്യണത്? തിരിച്ചതിന്റെ ഉള്ളിലേക്ക് വരുമോ? ഉള്ളിലേക്ക് വരില്ല. കണ്ണാടിയിലാകുമ്പോൾ അത് നേരെ തട്ടിയിട്ട് പുറത്തേക്ക് തെറിച്ച് പോവുക ചെയ്യുക. ആ പരിപാടിക്ക് വിളിക്കുന്ന പേരെന്തായിരുന്നു? റിഫ്ലക്ഷൻ എന്നാ പറയാ അല്ലെ? എന്നാൽ ഇവിടെ ഇതിന് വിളിക്കുന്ന പേരെന്താണ്? റിഫ്രാക്ഷൻ എന്നാണ് വിളിക്കുക. റിഫ്രാക്ഷനും റിഫ്ലക്ഷനും മാറ്റണ്ട്, മറക്കരുത്. ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുന്ന ആ ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ചെറിയ എന്തുണ്ടാകുന്നു? ഒരു വ്യതിയാനം അല്ലെ? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ഈ പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? ഇവിടെ നോക്കിയേക്കാം, ശരിക്കും ശ്രദ്ധിക്കുക. ചിത്രം ഇങ്ങനെയാണ്, ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചിത്രം ഇങ്ങനെയാണുള്ളത്. അതായത് ഒരു കണ്ണാടി അല്ല, ഒരു ഗ്ലാസ്, ഒരു ചില്ലിന്റെ ഗ്ലാസ്. ആ ഗ്ലാസ്സിലേക്ക് ഒരു സ്ട്രോ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ സ്ട്രോ ഇറക്കി വെച്ച സമയത്ത് ഇനി ഡയറക്റ്റ് നമ്മൾ എന്താവാണ്? ആ സ്ട്രോ നമുക്ക് നോക്കുകയാണ്. അവിടെ വല്ല ഒടിവോ ചെരിവോ വളവോ എന്തെങ്കിലും കാണോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ ഒറ്റ മീഡിയം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? വായു. ഇവിടെ ഒക്കെ വായു മാത്രം. അപ്പൊ വായു കൂടെ നേരെ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഡയറക്റ്റ് നമുക്ക് അത് കാണാൻ പറ്റും. എന്നാൽ ഇനി ഈ ഗ്ലാസ്ക്ക് വെള്ളം നിറക്കുകയാണ്. എന്ത് നിറക്കാണ്? വെള്ളം നിറക്കാണ്. വെള്ളം നിറക്കണ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആദ്യം ഇവിടെ ഉള്ള ഈ ലേച്ചർ, പ്രകാശരശ്മി നേരെ നമ്മളെ കണ്ണുക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോഴാണ് നമുക്കത് കാണുക അല്ലെ? എപ്പോഴാണ് നമുക്കൊരു സാധനം കാണുന്നത്? എനിക്ക് എന്റെ മുമ്പിലുള്ള ഈ ഒരു ക്യാമറ എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ക്യാമറ നമുക്ക് ആദ്യം വന്ന് ലൈറ്റ് തട്ടണം. ആ ലൈറ്റ് ആയിമ തട്ടിയിട്ട് നേരെ എന്റെ കണ്ണുക്ക് വരുമ്പോഴാണ് എനിക്ക് ഈ ക്യാമറ ഉള്ളത് കാണുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? നോക്കി നോക്കാം. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക. ഈ പറയപ്പെടുന്ന സ്ട്രോന്റെ അടിഭാഗം അത് എവിടെയുള്ളത്? വെള്ളത്തിലുള്ളത്. അപ്പൊ വെള്ളത്തിൽ നിന്ന് ഈ പ്രകാശരശ്മി നേരെ ഇങ്ങനെ കടന്നു വരിക, മേലേക്ക് ഇങ്ങനെ കടന്നു വരിക. എന്റെ കണ്ണ് ലക്ഷ്യമാക്കിയിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ അങ്ങനെ കടന്നു വരുന്ന സമയത്ത് വെള്ളമാകുന്ന ആദ്യത്തെ ഈ മാധ്യമത്തിലൂടെയാണ് ഇപ്പൊ പാസ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടോ? ഇല്ല, വെള്ളം ഇല്ല. പിന്നെ അത് എന്താ ഉള്ളത്? പിന്നെ ഇവിടെ മേലേക്ക് വായു ഉള്ളത്. ആ സമയത്ത് ഇവിടെ ഒരു ചെരിവ് ഉണ്ടാവൂലേ? ഇവിടെ ഒരു ചെരിവ് ഉണ്ടാവണില്ലേ? ആ ചെരിവ് ഉണ്ടാവണത് എന്തുകൊണ്ടാണെന്ന്, ഈ ചെരിവ് ഉണ്ടാവണതിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്നുള്ളത്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്താണെന്നറിയോ? ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിക്കൊരു സ്ട്രോ ചെരിച്ചിങ്ങനെ വെച്ചു. എന്നിട്ട് ആ സ്ട്രോ ചെരിച്ചിങ്ങനെ വെച്ചപ്പോ ആ സ്ട്രോ ബെൻഡ് ആയതുപോലെ, ചെറിയ ഒടിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. എന്താണ് അതിന് കാരണം? എന്താണ് അതിന്റെ കാരണം? റിഫ്രാക്ഷൻ എന്നുള്ളതാണ്.
എന്തായാലും ഉത്തരം എഴുതേണ്ടത് അപവർത്തനം ഡ്യൂ ടു റിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ കാരണമാണ് എന്നാണ് അതിന്റെ ഉത്തരം എഴുതേണ്ടത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് അങ്ങനെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ അവസാനം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ കുട്ടികളും നോട്ട് പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്തിട്ട് അത് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ, ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിൽ പഠിക്കുക, മലയാളം മീഡിയംകാർ മലയാളത്തിൽ പഠിക്കുക. ഇത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക, അതിന്റെ അർത്ഥം വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ചെരിഞ്ഞ് പതിക്കണം എന്നുള്ളതും, രണ്ടാമത്തത് അത് ഇപ്പൊ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വാക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊക്കെ മുമ്പ് നമ്മൾ പഠിച്ചിരുന്നതാ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശത്തിന്റെ വേഗതയെ ബാധിക്കുന്ന കാര്യം എന്നുള്ളതാണ് അല്ലെ. വേഗത കൂട്ടാനും കുറക്കാനൊക്കെ കഴിയുന്ന ആ ഒരു മാധ്യമത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോ വായുവിന് ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടാവുക അല്ലെ, പ്രകാശിക സാന്ദ്രത ഉണ്ടാവുക. എന്നാൽ ജലത്തിനോ മറ്റൊരു പ്രകാശിക സാന്ദ്രത ഉണ്ടാവുക. അപ്പോ ഇതിലൂടെ ഒരു പ്രകാശിക സാന്ദ്രത ഉള്ള മീഡിയത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ വന്ന് മറ്റൊരു പ്രകാശിക സാന്ദ്രത ഉള്ള മറ്റൊരു മീഡിയത്തിലേക്ക് അതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു ഡീവിയേഷൻ, ചെറിയൊരു വ്യതിയാനം, ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു മാത്തമാറ്റിക്സിന്റെ ഭാഗം വരുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് ശരിക്കും ശ്രദ്ധിക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേര് അപവർത്തനാങ്കം എന്നാണ് വിളിക്കുക. എന്താണ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ, എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കുക. ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നതിന് മുമ്പ് ഈ ഇക്വേഷൻ പഠിക്കാം നമുക്ക്. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷൻ തന്നെയാണ് അതിന്റെ താഴത്ത് കാണുന്ന ഈ സംഭവം. ഷോർട്ടാക്കി പറഞ്ഞത് മാത്രം. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ചെറിയ അക്ഷരം എന്നുകൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുക. എന്താ സംഭവം എന്ന് വെച്ചാൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. എന്താ വാക്വം എന്ന് പറഞ്ഞാൽ? വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമായത്, ശൂന്യത. എന്താ ശൂന്യത എന്ന് പറഞ്ഞാല്? ഒന്നും ഇല്ലാത്ത സ്ഥലം, എന്തുപോലും ഉണ്ടാകാൻ പറ്റൂല. അവിടെ വായു പോലും ഇല്ലാത്ത ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? വാക്വം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തുപോലും ഉണ്ടാകരുത്, വെള്ളം പോയിട്ട് വായു പോലും ഉണ്ടാകരുത് എന്നാ പറഞ്ഞത്. എയർ പോലും ഇല്ലാത്തൊരു സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് വാക്വം എന്ന് പറയുന്നത്. ഈ വാക്വത്തിലൂടെ ലൈറ്റ് ഒരു പ്രത്യേക സ്പീഡിൽ സഞ്ചരിക്കും എന്നുള്ളതാ പറയുന്നത്. അപ്പൊ നമുക്ക് സംശയം, അതിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞൊരു കൺഫ്യൂഷന്റെ ചെറിയൊരു ഭാഗം വരാനുണ്ട്, നമുക്ക് അപ്പൊ പറഞ്ഞുതരാം. അതാണ് മേലുള്ളത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിലുള്ള പ്രകാശത്തിന്റെ വേഗതയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നറിയോ? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഇത് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എന്താ സംഭവം എന്നുള്ളത്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അതിന്റെ മലയാളത്തിൽ നമ്മൾ അതിനെ എങ്ങനെ പറയാൻ നോക്കട്ടോ. അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം. ശൂന്യത എന്ന് പറഞ്ഞാല് എയർ കൂടെ ഒരു വേഗതയാണ്, ജലത്തിലൂടെ പ്രകാശത്തിന് മറ്റൊരു വേഗതയാണ് അല്ലെ. ഗ്ലാസ്സിലൂടെ പ്രകാശം മറ്റൊരു വേഗതയിലൂടെ സഞ്ചരിക്കും, ഡയമണ്ടിലൂടെ മറ്റൊരു വേഗതയിലൂടെ സഞ്ചരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. എന്നാൽ ശൂന്യതയിലൂടെ ഒരു പ്രത്യേക വേഗതയിൽ ആർക്ക് സഞ്ചരിക്കാൻ കഴിയും? പ്രകാശം സഞ്ചരിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളുടെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് പുസ്തകം പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് പ്രകാശത്തിന്റെ ശൂന്യതയിലുള്ള വേഗതയും എത്ര തന്നെയാണെന്നാ പറയുന്നത്? 3 × 10⁸. അത് ശരിക്കും ഏതിലുള്ളത് തന്നെയാണ്? വായുവിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ 3 × 10⁸ എന്നാ. പക്ഷെ ശൂന്യതയിലും അതിന്റെ വേഗത എത്ര തന്നെയാണെന്നാ പറയുന്നത്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ന് തന്നെ പറയണം. നമുക്ക് നോക്കാം അടുത്ത ഭാഗം പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഈ സംഭവം അപവർത്തനാങ്കം കണ്ടെത്താനാ ചോദിക്കുക. ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗം താഴത്ത് എന്തുണ്ട്? മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗം. അപ്പൊ നമുക്ക് ഓരോ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപവർത്തനാങ്കം കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് മുമ്പ് ഒരു ഡെഫിനിഷനും നോക്കി വെക്കുക. വളരെ എളുപ്പമാണ്. ഇത് പഠിച്ച ഒരാൾക്ക് വളരെ എളുപ്പമാണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗം ഒന്ന് പറഞ്ഞു നോക്കുക. അപവർത്തനാങ്കം എങ്ങനെ കണ്ടെത്തും? അപവർത്തനാങ്കം സമം ഈക്വൽ ടു അല്ലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു മേലെന്താ ഉള്ളത്? ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗം, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, വാക്വത്തിലുള്ള സ്പീഡിന്റെ ലൈറ്റ്, ബൈ താഴത്ത് എന്താ ഉള്ളത്? മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം അല്ലെ, ഒരു പ്രത്യേക മീഡിയത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത, സ്പീഡിനാണ് താഴത്ത് കൊടുക്കേണ്ടത്. ഇതിന്റെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു. ശൂന്യതയിലൂടെ പ്രകാശത്തിന്റെ വേഗം എത്രയാണ്? സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 10⁸ ആണ് എന്നുള്ളത്. ഇനി ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകും. അതിന് മുമ്പ് ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് അല്ലെ. പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. ഇവിടെ ഒരു ഒറ്റ വാക്കുകൾ പഠിച്ചാൽ മതി. ഏതാണ് വാക്ക് എന്നറിയോ? ഈ വാക്ക്
അനുപാത സംഖ്യ എന്ന് പറയുന്ന അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, റേഷ്യോ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്താണെന്നറിയോ, ഈ പറഞ്ഞ ആദ്യം നോക്കിയേക്കാം, പ്രകാശത്തിന്റെ ശൂന്യതയിലുള്ള വേഗം അതെന്താണ്, മേലെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ എന്തുണ്ട്, മാധ്യമത്തിലൂടെയുള്ള വേഗം കണ്ടോ, എന്താണ് താഴത്തുണ്ട്. ഈ രണ്ട് സംഭവവും തമ്മിലുള്ള അനുപാത സംഖ്യ എന്ന് പറഞ്ഞാൽ അത് രണ്ടും പാടെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം, അതിന് വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറഞ്ഞാൽ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പ ഡെഫിനേഷൻ പഠിക്കാൻ. ആദ്യം മേലത്തെ സാധനം എഴുതുക, പിന്നെ താഴത്തത് എഴുതുക. അതിന്റെ പഠിക്കേണ്ട ഒറ്റ പുതിയ വാക്ക് മാത്രമേ ഉള്ളൂ, അനുപാത സംഖ്യ. എന്താ അനുപാത സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടും പാടെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറഞ്ഞാൽ അപവർത്തനാങ്കം. ഇംഗ്ലീഷിലും അതേപോലെ തന്നെ ഉണ്ടാവുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ്. എന്തൊക്കെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ലൈറ്റിന്റെ വേഗത അല്ലെ എവിടെ, വാക്വത്തിലുള്ളത്. പിന്നെ എന്താ, അത് മേലുള്ള സാധനം. പിന്നെ എന്ത് ചെയ്താൽ താഴത്ത് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം, മീഡിയത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുമ്പോഴാണ് വേഗത. അപ്പൊ ഡെഫിനിഷൻ ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ പഠിക്കാൻ എളുപ്പമാണ്. അത് കാണാതെ പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത്, പരീക്ഷയ്ക്ക് ചോദിക്കും. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യൽ എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അതിന്റെ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ഇവിടെ ചെയ്ത് നോക്കി വെക്കാം. ആദ്യം എയർ, വായു അല്ലെ. വായുവിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണ്, 3 × 10⁸ ആണ്. നമ്മളിവിടെ കണ്ടെത്തുന്നത് അപവർത്തനാങ്കാണ്, അതായത് n എന്ന് പറയുന്നത് അല്ലെ അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തൽ എങ്ങനെയാണ്, ആദ്യം നടുവിലൊരു വരട, മേലെ എന്താണ് എഴുതേണ്ടത്, പ്രകാശത്തിന്റെ വേഗം. ഏത് കൂടെ ഉള്ളത്, വാക്വത്തിലൂടെ ഉള്ളത് അല്ലെ. അത് എപ്പോഴും അങ്ങനെ തന്നെ, മേലെ എപ്പോഴും ഒരേ നമ്പറാ വരിക. പ്രകാശത്തിന്റെ വേഗത വാക്വത്തിൽ എവിടെ എത്രയാണ്, ശൂന്യതയിൽ എത്രയാണ് പ്രകാശത്തിന്റെ വേഗം, 3 × 10⁸. അപ്പൊ ഞാൻ ആദ്യം എയറിന്റെ തട്ട കണ്ടെത്തുന്നത് 3 × 10⁸ ആണ് അല്ലെ. ഇതിന്റെ ഇക്വേഷൻ ഞാനിവിടെ ഒന്നുകൂടി വേണമെങ്കിൽ എഴുതി തരാം. അപവർത്തനാങ്കം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ലൈറ്റിന്റെ സ്പീഡ് എവിടെ ഉള്ളതാണ്, ഏറ്റവും മേലെ എവിടെ എഴുതുക, വാക്വത്തിലുള്ളത് എഴുതുക അല്ലെ. താഴത്ത് എന്താണ് എഴുതുക, മീഡിയത്തിലുള്ള അതിന്റെ സ്പീഡാണ് എഴുതേണ്ടത്. ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത്, നിങ്ങൾ പരീക്ഷയ്ക്ക് ഫുൾ എഴുതുക. ഈക്വൽ ടു, ഇപ്പൊ ഞാൻ ഈ എയറിന്റെ താട്ടോ കണ്ടെത്തുന്നത്, വായുവിൻ്റെതാണ് ഞാൻ ആദ്യം കണ്ടെത്തുന്നത്. ഇതെങ്ങനെ കണ്ടെത്തുക, നിങ്ങൾ മലയാളത്തിൽ എഴുതുക. വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗത. താഴത്ത് എന്ത് എഴുതുക, മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതി, നേരെ താഴത്ത് കിട്ടുന്നത് ഏറ്റവും മേലെ വാക്വത്തിൽ പ്രകാശത്തിന്റെ വേഗത എത്രയെന്ന് എഴുതണം. എത്രയാണ് പ്രകാശത്തിന്റെ വേഗത വാക്വത്തിൽ, 3 × 10⁸ 10⁸ ആണ്. ശരിയല്ലേ. താഴത്ത് എന്താണ് എഴുതേണ്ടത്, ഇവിടെ ഇപ്പൊ നമ്മൾ ഏത് കൂടെ ലൈറ്റ് പാസ് ചെയ്യണത്, എയർ കൂടെ പാസ് ചെയ്യണത് അല്ലെ, വായുവിലൂടെയാണ് പാസ് ചെയ്യണത്. വായുവില് പ്രകാശത്തിന്റെ വേഗത എത്ര തന്നെയാണ് നമ്മൾ മുമ്പ് പഠിച്ചത്, അവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രയാണത്, 3 × 10⁸ ആണ്. ഇത് രണ്ടും പാട് ഡിവൈഡ് ചെയ്യുക, വളരെ എളുപ്പമാണ്. മേലെ താഴത്തും 10⁸ ഉണ്ട്, അത് രണ്ടും കട്ട് ചെയ്ത് പോയി. ഇവിടെ മേലെയും താഴെയും എന്തുണ്ട്, ഓരോ 3 ഉണ്ട്, അത് രണ്ടും കട്ട് ചെയ്ത് പോയി. ബാക്കി എത്ര ഉള്ളത്, 1. ഉത്തരായി. അപ്പൊ ഇവിടുത്തെ അപവർത്തനാങ്കം വായുവില്, എയറില് അപവർത്തനാങ്കം എത്രയാണ് എന്ന് ചോദിച്ചാൽ, പ്രകാശത്തിന്റെ അപവർത്തനാങ്കം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണത്, 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, 1 ആണ്. ഇതേപോലെ ബാക്കിയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇതേപോലെ എളുപ്പം കിട്ടൂല. എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. അടുത്ത നമുക്ക് ഏതിന്റെ അപവർത്തനാങ്കം കണ്ടെത്തേണ്ടത്, ഗ്ലാസ്സിൽ അല്ലെ. ഗ്ലാസ്സിലുള്ള അപവർത്തനാങ്കം കണ്ടെത്തുക. ഗ്ലാസ്സിൽ ലൈറ്റിന്റെ വേഗത എത്ര നമ്മൾ പഠിച്ചുകൊണ്ട്, എത്രയാണ്, 2 × 10⁸ എന്നുള്ളതാണ് അല്ലെ. 2 × 10⁸ എന്നുള്ളതാണ് അല്ലെ. പ്രകാശം ഒരു ഗ്ലാസ്സിലൂടെ എത്ര വേഗതയിലാ പോവുക, 2 × 10⁸ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന്റെ അപവർത്തനാങ്കം കണ്ടെത്തുക. അപവർത്തനാങ്കം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഓർമ്മല്ലേ. ആദ്യം നടുവിലൊരു വര ഇടുക, മേലെ എന്താണ് എഴുതേണ്ടത്, പ്രകാശത്തിന്റെ വേഗത. എവിടെയുള്ള വേഗത, വേക്വത്തിലുള്ള പ്രകാശത്തിന്റെ വേഗത അല്ലെ. വേക്വം എന്ന് പറഞ്ഞാൽ ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് ഇവിടെ എഴുതേണ്ടത്. ശരിയല്ലേ. താഴത്ത് എന്താണ് എഴുതുക, മീഡിയത്തിലൂടെ പോകുമ്പോൾ, ഇവിടെ മീഡിയം ഏതാണ്, ഗ്ലാസ് ആണ് അല്ലെ. ഗ്ലാസ്സിലൂടെ ഒരു ലൈറ്റ് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേഗതയാണ് താഴത്ത് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, വാല്യൂകൾ കൊടുക്കുകയാണ്, ഞാൻ അതിന്റെ നമ്പറുകൾ ഇടുകയാണ്. ഏറ്റവും മേലെ എന്ത് എഴുതേണ്ടത്, പ്രകാശത്തിന്റെ വേഗത എവിടെ ഉള്ളത്, വാക്വത്തിലുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ ഞാനിതാ ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര നമ്മൾ പഠിച്ചു, 3 × 10⁸ എന്നുള്ളതാണ്. താഴത്ത് എന്താണ് എഴുതേണ്ടത്, മീഡിയത്തിലൂടെ പ്രകാശത്തിന്റെ വേഗത. ഇവിടെ നമ്മൾ മീഡിയം ഏതാ എടുത്തിക്കണത്, ഗ്ലാസ് എടുത്തിക്കണത് അല്ലെ. ഇവിടെ ഗ്ലാസ്സിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണ് ഇവിടെ തന്നിക്കണം, എത്രയാണ്, 2 × 10⁸ 10⁸ എന്നുള്ളത്. അപ്പൊ ഞാനത് എഴുതി താഴത്ത്. ഇതെങ്ങനെ ചെയ്യാം, താഴത്തും മേലുള്ള ഒരേപോലത്തെ നമ്പറുകളൊക്കെ കട്ട് ചെയ്യുക.
10⁸8 മേലുണ്ട്, താഴത്തും 10⁸8 ഉണ്ട്, രണ്ടും കട്ട് ചെയ്തു. ബാക്കിയുള്ളതിനെ ഞാൻ താഴത്ത് കടയിൽ ഇറക്കി എഴുതി 3/2 എന്നാ. എന്താ 3/2 പറഞ്ഞ അതിന്റെ അർത്ഥം? 3/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പകുതി എന്നാ അല്ലെ. 2 എന്ന് പറഞ്ഞാൽ പകുതി ആക്കാന്നാ. 3നെ പകുതിയാക്കിയാൽ എത്ര കിട്ടുക? 3നെ പകുതിയാക്കിയാൽ എത്ര കിട്ടുക? 1.5 അല്ലെ. 3ന്റെ പകുതി 1.5 അല്ലേ. അപ്പൊ അത് ഇവിടെ എഴുതി. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ്? 1.5. കണ്ടോ? ഇങ്ങനെയാണ് എഴുതുക. അതേപോലെ നിങ്ങൾ എന്താവുക, ഇതൊന്ന് കണ്ടെത്തുക. കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ഫിസിക്സിന്റെ ക്ലാസ്സിൽ എന്നോട് ചോദിക്കുക. ക്ലാസ്സിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അപവർത്തനാങ്കം കണ്ടെത്തുക. അപവർത്തനാങ്കം കണ്ടെത്താനുള്ള ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷനും നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിയും. ഞാൻ എങ്ങനെ പഠിക്കേണ്ടതുള്ള ഒരൊറ്റ വാക്ക് മാത്രം പുതിയത് പഠിച്ചാൽ അതിന്റെ ഇക്വേഷനും പഠിയും ഡെഫിനിഷനും പഠിയും എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ കൃത്യമായിട്ട് അത് പഠിക്കുക. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ആ ചോദ്യം ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കുറച്ച് പുതിയ ടേംസുകൾ പഠിക്കുകയാണ്. ഇത് ടെക്സ്റ്റ് പുസ്തകത്തിൽ ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് പുസ്തകത്തിൽ കുറെ വിശദീകരിച്ച് കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ടേമുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഒരു പുക പോണ പോലെ ആയിരിക്കും തോന്നുക. അതാണ് ഫിസിക്സിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്താണ്? നിങ്ങൾ കൃത്യമായിട്ട് ടേംസുകൾ എന്താണ്, ആ സാധനം, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് ഓർമ്മ വരണം. അതുകൊണ്ട് ശരിക്കും എന്ത് ചെയ്യുക, ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കത് എന്താക്കാൻ പറ്റും? കണ്ടെത്താൻ പറ്റും, പഠിക്കാൻ പറ്റും. നോക്കിയൊക്കെ നമുക്കിതാ ഓരോ വാക്കുകൾ പഠിക്കുക. ഏറ്റവും ആദ്യം ഇൻസിഡന്റ് റേ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ മുമ്പ് നമുക്ക് ഇവിടെ വേറെ സാധനം നോർമൽ എന്ന് പറയുന്ന ഒരു വാക്ക്. എന്താണ് നോർമൽ എന്ന് പറഞ്ഞാൽ? നോർമൽ എന്ന് പറഞ്ഞത് ആ ചിത്രത്തിൽ കാണുന്ന ഈ വര ഉണ്ടല്ലോ, കറക്റ്റ് കുത്തനെ വരുന്നത്. ഇങ്ങനെ ഒരു വര ഉണ്ടാവില്ല ശരിക്കും, പക്ഷെ ഇത് നമ്മൾ ഇടുന്നതാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇടുന്നതാ. ഇതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നത്. അപ്പൊ ലംബം എന്ന് പറഞ്ഞാൽ കറക്റ്റ് കുത്തനെ വരുന്ന ഒരു ലൈനാണെന്നുള്ളത് മനസ്സിലാക്കുക, ലംബം. അടുത്തൊരു വാക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ഇത് ഇംഗ്ലീഷും അതിന്റെ മലയാളം കേട്ടോ, അല്ലാതെ രണ്ട് വാക്കുകളല്ല. സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ മീഡിയം, മാധ്യമങ്ങളുടെ വിഭജന തലം എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമങ്ങൾ വിഭജിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാ? അതായത് സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് മാധ്യമങ്ങളുണ്ട്. ഇവിടെ ഒരു മാധ്യമം ഏതാ ഉള്ളത്? വായു അല്ലെ. ഇവിടെ മറ്റൊരു മാധ്യമം ഏതാ ഉള്ളത്? എയർ, വായു ആണുള്ളത്. ഈ രണ്ട് മാധ്യമങ്ങളും വിഭജിക്കുന്ന ഭാഗം, സെപ്പറേറ്റ് ആകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പൊ ഇതാണ് ഇനി സെപ്പറേഷൻ ഓഫ് ദ മീഡിയം എന്ന് പറഞ്ഞാൽ, സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം, മാധ്യമങ്ങളുടെ വിഭജന തലം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുക? ഈ ലൈനാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഇല്ല. ഇപ്പൊ രണ്ടെണ്ണ പറഞ്ഞത്. ഒന്നെന്താണ്? നോർമൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതേപോലെ തന്നെ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ലംബം എന്ന് പറഞ്ഞാൽ ഇതാണ്. മാധ്യമങ്ങളുടെ വിഭജന തലം എന്ന് പറഞ്ഞാൽ ഈ ലൈനാണെന്ന് മനസ്സിലാക്കുക. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാ. ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. എന്താണ് പതനരശ്മി, ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാല്? ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ ഇതാ ഈ വരുന്ന വരക്ക് വിളിക്കുന്ന പേരാണ്. വന്ന് പതനരശ്മി എന്ന പേര്, വന്ന് പതിക്കുകയാണ് അല്ലെ. വന്ന് എവിടെയാണോ പതിക്കുന്നത്, ഒരു ഭാഗത്ത് വന്നിട്ട് പതിക്കുമല്ലോ, അതായത് പതിക്കുന്ന രശ്മി, പതനരശ്മി. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ പതിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇൻസിഡന്റ് റേ, പതനരശ്മി, അത് ഇതാണ്. കണ്ടോ? അടുത്തത് നോക്കി നോക്കുക. റിഫ്രാക്റ്റഡ് റേ എന്നുള്ളതാണ് അപവർത്തന രശ്മി. റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാല് അത് നേരെ ഇങ്ങനെ വന്ന് പതിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് ചെരിഞ്ഞിങ്ങനെ റിഫ്രാക്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ അല്ലെ, അപവർത്തന രശ്മി. അപ്പൊ ഏതൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. വന്ന് പതിക്കണതിന് പതനരശ്മി, ഇൻസിഡന്റ് റേ എന്നുള്ളതും അതിമ്പോ തട്ടിയിട്ട് പേര് നേരെ ഒന്ന് ചെരിഞ്ഞ് ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകുമല്ലോ, അങ്ങനെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ആ വരക്ക് വിളിക്കുന്ന പേരെന്താണ്? ആ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ, അതായത് അപവർത്തന രശ്മി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അടുത്ത രണ്ട് കോണുകളുടെ പേര് കൂടി പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഒരു കോണിന്റെ പേര് എന്ന് പറയുന്നത് ഇതാ, പതനകോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെറിയക്ഷരം ഐ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആരൊക്കെ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്? നോർമൽ ഉണ്ടല്ലോ, ലംബം, അതും. അല്ലാതെ ഇവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്താൽ അത് തെറ്റാണ്. അവിടെ മാർക്ക് ചെയ്യരുത്. ഏതുമായിട്ട് ഉണ്ടാക്കണം? എപ്പോഴും കോണ് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനാണ് ഇപ്പൊ ഈ നോർമൽ വരക്കണത്. മനസ്സിലാവുണ്ടോ? നോർമലുമായിട്ട് ലംബവുമായിട്ടാണ് എന്ത് ഉണ്ടാക്കുക? പതനകോൺ ഉണ്ടാക്കുന്ന. അതായത് നോക്കി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന, ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാകുന്ന, ഒന്നുകൂടി പറഞ്ഞുതരാം, ഇതാണല്ലോ ഇൻസിഡന്റ് റേ അല്ലെ, പതനരശ്മി ഇതാണല്ലോ. അതും ലംബവുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പതനകോൺ. എളുപ്പമാണ് പഠിക്കാൻ. കാരണം എന്താണ്? പതനരശ്മിയും ലംബവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ പതനകോൺ എന്ന് വിളിക്കും. പതനം, ആ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇംഗ്ലീഷ് മീഡിയംകാരൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇൻസിഡന്റ് റേ അല്ലെ, ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ അതിനെന്താ വിളിക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാ വിളിക്കുക. എന്നാൽ
ഇതോ ഇവിടെ മറ്റൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആർ, ചെറിയക്ഷരം ആർ എന്ന് പറയുന്നത്. അതായത് ആരൊക്കെ തമ്മിൽ ഉണ്ടാക്കണതാ? എപ്പോഴും നോർമൽ ഉണ്ടാവും കേട്ടോ. നോർമലും റിഫ്രാക്റ്റഡ് റേയും അല്ലെ, ശരിയല്ലേ? ലംബവും അതേപോലെ തന്നെ അപവർത്തന രശ്മിയും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അപവർത്തന കോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപവർത്തന കോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ 4 പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെയുള്ള ഈ 2 കാര്യങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കുകയും ചെയ്യുക. അത് മനസ്സിലായ ഒരാൾക്ക് ഇതിന്റെ അപ്പുറത്തുള്ള ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള ഈ ചിത്രത്തിന്റെ ഈ ഒരു ടാബിൾ അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കി വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് വരേണ്ടതാണ്. ആദ്യം നമുക്ക് ഇവിടെ ചിത്രം 1.7a ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലെ. എ എന്ന് പറയുന്നതിന്റെ എ എന്ന് പറഞ്ഞ ചിത്രം ഇതാണ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ പതനരശ്മി എന്ന് പറഞ്ഞാൽ ഏബിയ. പതനരശ്മി എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേ, വന്ന് പതിക്കുന്നതാണ് പതനരശ്മി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാക്കും പതിക്കുന്ന രശ്മിയുടെ പേര് എ ബി എന്നല്ലേ. എ തൊട്ട് ബി വരെയുള്ള വര അതെന്താണ്? പതനരശ്മി അല്ലേ, ഇൻസിഡന്റ് റേ അല്ലേ? ആണ്, കറക്റ്റ് ആണ്. അടുത്തത് അങ്ങനെയാണെങ്കിൽ ചിത്രം ബിയില് ഇൻസിഡന്റ് റേ പതനരശ്മി ചിത്രം ബിയിൽ ഏതായിരിക്കും വരിക? ഇവിടെ വന്ന് പതിക്കണത് ആരോ മാർക്ക് ശ്രദ്ധിക്കണം. ആരോ മാർക്ക് എവിടുക്കാണ് എങ്ങനെയെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ വന്നതാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പതിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താക്കണ്ട? ആരോ മാർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ. അപ്പൊ പി ക്യൂ ആണ് ഇവിടെ എന്ത് എന്ന് പറയുന്നത്? പതന രശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. അപ്പൊ ആരോ മാർക്ക് എവിടുക്കാന്നുള്ളത് നല്ലപോലെ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണത്. അടുത്തത് റിഫ്രാക്റ്റഡ് റേ, അപവർത്തന രശ്മി. അതായത് ചിത്രം എയില് അപവർത്തന രശ്മി ഏതായിരിക്കും എന്നുള്ളത് ഈ ചിത്രം നോക്കിയിട്ട് ഇതില് അപവർത്തനം അതായത് റിഫ്രാക്റ്റഡ് റേ ഏതാണ് എന്ന് പറയാൻ കിട്ടുന്നുണ്ടോ നോക്കി വെക്കുക. റിഫ്രാക്റ്റഡ് റേ ഏതാണെന്ന് പറയാൻ കിട്ടുന്നുണ്ടോ? റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കി വെക്കാം. അപവർത്തന രശ്മി എന്ന് പറഞ്ഞാല് പതന രശ്മി എന്ന് പറഞ്ഞാൽ വന്ന് പതിക്കണതും, അപവർത്തന രശ്മി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടി ഇറങ്ങി പോണതും. ഇവിടെ നോക്കി വെക്കാം, വന്ന് പതിക്കണത് എ ബി, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് വരേണ്ട പേരെന്താ? ബി സി, ശരിയല്ലേ? അപ്പൊ അത് ഇവിടെ എഴുതി കൊടുത്താൽ അതിന്റെ ഉത്തരമായി. ഇവിടെ നോക്കി വെക്കാം, വന്ന് പതിക്കണത് ഏതാ? പി ക്യൂ എന്നാ. അതിനുശേഷം ചെരിഞ്ഞ് ഉള്ളിൽ കൂടെ പോണത്, ഇവിടെ ഉള്ളിൽ കൂടെ അല്ല, പുറത്തൊക്കെ അങ്ങോട്ട് കയറി പോവാണ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യു ആർ ആണ്. അപ്പൊ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്ത നോക്കി വെക്കാം, പതനകോൺ എന്ന് പറഞ്ഞത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എവിടെ ഉണ്ടാവുന്ന ആംഗിൾ ആണ്? ഐ എന്ന് പറയുന്നതാണ് അല്ലെ. ഐ എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? ഇതല്ലേ. ഇതിനെങ്ങനെ ഒരു മാർക്ക് ചെയ്തിരിക്കുന്നത്? ആംഗിൾ എ ബി എൻ, ശരിയല്ലേ? 30 ഡിഗ്രി. ആംഗിൾ എ ബി എൻ എന്ന് പറയുന്നതാ 30 ഡിഗ്രി ഇവിടെ കൊടുത്തിരിക്കണം, ആംഗിൾ എ ബി എൻ. ഇനി അടുത്തതാണെങ്കിലോ അപവർത്തന കോൺ എങ്ങനെയാണ്? ഇതിന്റെ ഉള്ളിൽ കൂടെ തട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പോണതുണ്ടല്ലോ, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? അപവർത്തന കോൺ എന്ന് പറയുന്നത്. അതേതാണ് ഇവിടെ അപവർത്തന കോൺ ഏതാണ്? ഇതാക്കും അല്ലെ, എൻ ബി സി എന്ന് പറയുന്നത് അല്ലെ. എൻ ഡാഷ് എന്നുള്ളതാണ് ഇത് വായിക്കുക. എൻ ഡാഷ് ബി സി അല്ലെങ്കിൽ സി ബി എൻ ഡാഷ് എന്ന് പറയും. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ടേബിള് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്താവുക ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. അപവർത്തന കോൺ എന്താണ്? പതന കോൺ എന്താണ്? പതന രശ്മി എന്താണ്? അപവർത്തന രശ്മി എന്താണ് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആക്കി, വീണ്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ബാക്ക് അടിച്ച് ഒന്നുകൂടി കണ്ടതിന് ശേഷം കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് ഈ ടേബിളും എന്താവുക നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ശരിക്ക് വീട്ടിലിരുന്ന് പഠിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്നത് വരെ നമ്മൾക്ക് വിശ്രമമില്ലാതെ തന്നെ കുട്ടികളെല്ലാവരും നല്ല പോലെ പഠിക്കുക കേട്ടോ.